ഈ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന വലിയൊരു റൂമറായിരുന്നു ദുൽഖർ സൽമാൻ്റെ വേഫറർ ഫിലിംസിൻ്റെ അണ്ടറിലൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഈ ഒരു റൂമർ വന്നത് തന്നെ ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നസ്ലൻ നായകനാകുന്ന ചിത്രം, ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ഒരു റൂമർ പുറത്തു വന്നത്. അപ്പോൾ ആ ഒരു റൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പാർട്ടാണിത്, അതിനുശേഷം ഇതിലേക്ക് ടോവിനോയും ദുൽഖറും ഒക്കെ ഭാവിയിൽ ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഭാഗമാകും എന്നുള്ളതാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സ് പ്ലാനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഒരു യൂണിവേഴ്സ് അവർക്ക് പ്ലാനുണ്ട്. പക്ഷേ അത് ഇപ്പോഴേ കൺഫേം ആണോ? അല്ല. കാരണം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് റിലീസ് ചെയ്ത് അതിൻ്റെ സക്സസിൻ്റെ ഒരു മീറ്റർ നോക്കിയിട്ട് മാത്രമേ ഇതിൻ്റെ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അസ് ഓഫ് നൗ അങ്ങനെ ഒരു യൂണിവേഴ്സ് ഭാവിയിൽ ഉണ്ടാകുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പാർട്ടിൻ്റെ സക്സസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ ഫോർത്ത് പാർട്ടോ വാട്ട് എവർ ദ ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെൻറ്റ്സ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ദുൽഖർ ഉണ്ടോ എന്നുള്ളത് എക്സാക്റ്റായിട്ട് കൺഫേം അല്ല ഇതുവരെ ഈ ഒരു യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ. എന്നാൽ ടോവിനോ ഉണ്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മേ ബി ദുൽഖറും ഉണ്ടാകാം, നമുക്ക് അതിനെപ്പറ്റി ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആസ് ഓഫ് നോ അവൈലബിൾ അല്ല. അദ്ദേഹം ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ഡൊമിനിക് അരുണാണിത് സംവിധാനം ചെയ്യുന്നത്. ഈ തരംഗം എന്ന് പറയുന്നൊരു ചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ നേരത്തെ വന്ന സിനിമ. അത് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമ തന്നെയാണത്. ടോവിനോയുടെ തന്നെ ഫിലിമോഗ്രഫിയിൽ ഇഷ്ടമുള്ളൊരു സിനിമ തന്നെയാണത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിനിമയിൽ അതായത് ഈ ഒരു സിനിമയിൽ നമുക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻ തന്നെയുണ്ട്. കാരണം ഈ ഒരു സംഭവം റിലീസായി അതൊരു വലിയ സക്സസ്സിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു യൂണിവേഴ്സ് വരും ഇവിടെ. അതൊരു നല്ല കാര്യമാണ്. കാരണം ഇൻഡസ്ട്രിക്കും നല്ലതാണ്, ഓഡിയൻസിനും നല്ലതാണ്. കാരണം ഈ ഒരു യൂണിവേഴ്സും കാര്യങ്ങളൊക്കെ വർക്കായി കഴിയുമ്പോൾ ഒരു ബിസിനസ് സാധ്യതകളും നമ്മൾ ആ സിനിമ ചെയ്യുന്ന ഒരു സ്കെയിലും ഒക്കെ മാറും. അപ്പോൾ നമുക്ക് വളരെ വലിയൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെ കിട്ടും. അതുകൊണ്ട് പേഴ്സണലി ഈ ഒരു ഫസ്റ്റ് പാർട്ട് വലിയൊരു വിജയമാവട്ടെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജല്ലിക്കെട്ടിലേക്ക് നായികയായ ശാന്തി ബാലേന്ദ്രനാണ്. അതും ഒരു എക്സൈറ്റിംഗ് ഫാക്ടറാണ്. ഒരു ആക്ട്രസ്സാണ് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇത് വേഫറർ ഫിലിംസിൻ്റെ ഒരു വലിയൊരു സിനിമയെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഏകദേശം 3 മാസത്തോളം ഷൂട്ട് ചെയ്ത് ഈ ഒരു ചിത്രം അവർക്ക് വലിയൊരു എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. കാരണം ഇതിനകത്ത് ഒരു സ്കോപ്പുണ്ട്. കാരണം ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെൻറ്റ്സ് വലിയൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ തന്നെ സ്കോപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കറൻറ്റ് സ്റ്റാറ്റസ് ഇതാണ്. യൂണിവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഇൻ പ്ലാൻ, ബട്ട് വെൻ ഇഫ് ദ ഫസ്റ്റ് പാർട്ട് ഈസ് സക്സീഡഡ്.